ഭരണഘടനയുടെ 75ാമത് വാർഷികമാണ്. ഈ 75ാമത് വാർഷികത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയ മതനിരപേക്ഷതയും സോഷ്യലിസവും, ആ വാക്ക് രണ്ടും ബഹുമാന്യയായ നമ്മുടെ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ മിണ്ടിയില്ലെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മിണ്ടിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ഒരു രാഷ്ട്രപതിയൊക്കെ പോലും അത്തരത്തിൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ പിന്നൊരു EVMലൊക്കെ എന്തർത്ഥമുള്ളത്? എത്രയോ നിസ്സാരമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എണ്ണിയപ്പോൾ 5-6 ലക്ഷം വോട്ട് പോൾ ചെയ്ത വോട്ടുകളിൽ കൂടുതലത്രേ. അത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് തള്ളിയിട്ടുണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ പോലെ വളരെ ദുരൂഹത നിറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരിടമില്ലാതായി മാറിയിരിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ഇലക്ഷന് തൊട്ടു മുമ്പ് യാതൊരു കാരണവുമില്ലാതെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അംഗം ഒന്നും മിണ്ടാതെ ഉരിയാടാതെ രംഗം വിട്ടു. എന്തുകൊണ്ട് മിണ്ടിയില്ല, ഉരിയാടിയില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ മിണ്ടിയവരുടെയും ഉരിയാടിയവരുടെയും ഒക്കെ സ്ഥിതി അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാകണം നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ തടി സലാമത്താക്കി ഞാൻ വിട്ടു എന്ന തരത്തിൽ അദ്ദേഹം കളം വിട്ടുപോയത്. ഇവിടെ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ജയിക്കുമ്പോൾ മൗനം പാലിക്കുകയും തോക്കുമ്പോൾ ബാലറ്റ് എന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി ബാലറ്റിനു വേണ്ടിയുള്ള രാജ്യത്തെ ക്യാമ്പയിൻ ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. ആരും ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. ഏറ്റവും സാങ്കേതിക തികവുള്ള ആളോഹരി വരുമാനത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അമേരിക്ക പോലും ഈ കാര്യത്തിൽ എലോൺ മസ്ക് മന്ത്രിസഭയിൽ ഉണ്ടായിട്ട് പോലും അവർ ഉപയോഗിക്കുന്നത് പേപ്പർ ബാലറ്റാണ്. അതിനോളം വിശ്വസ്തതയുള്ള ഒന്നുമില്ലെന്നാണ് എല്ലാ തരത്തിലുള്ള ചർച്ചകളിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ജനാധിപത്യ വിശ്വാസികളും ഈ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലൊക്കെ ഇതുമായി രംഗത്തിറങ്ങേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ തരത്തിലുള്ള പല കുഴപ്പങ്ങൾക്കും വഴിതെളിച്ച് വെച്ചു കൊടുത്തത് ഈ UPA സർക്കാരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരുണ്ടാക്കി കൊടുത്തത് വെച്ച് അവരുടെ തലയിലിട്ട് അടിക്കുന്നു എന്നതാണ് സ്ഥിതിവിശേഷം. ഈ EDയും അതുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ കൊടുപ്പുമൊക്കെ നമ്മുടെ ചിദംബരം ചെട്ടിയാരുണ്ടാക്കിയതാണ്. അന്നൊന്നും ചെട്ടിയാരോട് ആർക്കും മിണ്ടാൻ കഴിയില്ല. ചെട്ടിയാരുടെ സാമ്രാജ്യമാണ് ആ വകുപ്പെന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ആരെങ്കിലും മിണ്ടിപ്പോയാൽ ചെട്ടിയാരതൊന്നും പരിഗണിക്കുക പോലുമില്ല. അതുപോലുള്ള ഒരുപാട് ആളുകൾ UPA ഗവൺമെൻറ്റിലുണ്ടായിരുന്നു. അവരവരുടെ സാമ്രാജ്യം പോലെ തീരുമാനിക്കുന്നു, പലതും കൊണ്ടുവരുന്നു, അതിനെ ആഘോഷമാക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ അത് ഉപയോഗിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴൊരു സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്നാണ് ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, വയറിൽ ചിലപ്പോൾ ഒരു റെയ്ഡ് നടക്കും, ഇൻകം ടാക്സിൻ്റെ ഒരു പേപ്പർ കൊടുക്കും. ഇതിനു മുമ്പ് ഇങ്ങനെ എഴുതിയവർക്കും പറഞ്ഞവർക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. അതുപോലെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് രാഹുൽ ഗാന്ധി എടുക്കുന്ന 3 കാര്യങ്ങൾ: 1, ഭരണഘടനയോട് അദ്ദേഹം കാണിക്കുന്ന കൂറും താല്പര്യവും; 2, ജാതി സെൻസസ്; 3, ഈ ഇലക്ട്രോണിക് ബാലറ്റുകൾക്കെതിരെയുള്ള നിലപാടും എടുത്ത് ഒരു പോരാട്ടത്തിലൂടെ അത് സ്വന്തമാക്കിയില്ലെങ്കിൽ, അതിന് പറ്റുമെങ്കിൽ ഭരണകക്ഷിയിലെ ഘടകകക്ഷികളെയും കൂടി ഉൾപ്പെടുത്തി അക്കാര്യത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് സ്വാഹ എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അത് സത്യമാണെങ്കിൽ പോലും അത് പ്രയോഗിക്കുന്നവന്, വോട്ട് ചെയ്യുന്നവന് തൻ്റെ ഈ ജനാഭിപ്രായം അഥവാ തൻ്റെ ആ പൗരമുദ്ര അത് വസ്തുതാപരമല്ലെന്ന് സംശയിച്ചാൽ ആ പ്രക്രിയ തന്നെ ഒരു ദുരൂഹമായി തീരുന്നതാണ്. അതുകൊണ്ട് സർക്കാരും ആ വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ പേപ്പറാകട്ടെ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പിടിവാശി കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പണ്ടത്തെ പോലെ ചിലപ്പോൾ ഒരു ദിവസം കൂടുതലെടുക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് വരുത്തുള്ളെങ്കിൽ അത് മതി. പക്ഷേ അതെല്ലാം രേഖകളാണ്. ഇന്ന് ഈ ഇലക്ട്രോണിക് ബാലറ്റുകളുമായി വണ്ടികൾ പായുന്നതും അതിൻ്റെ വാർത്തകളുമൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ആശങ്കയുമാണ്, ഭൂഷണമല്ലാത്ത കാര്യവുമാണ്. എന്നാൽ വയർ പുറത്തുവിട്ട കണക്ക് മിസ്മാച്ച് അല്ലെന്നും അത് EVMൽ ചെയ്ത വോട്ടും പോസ്റ്റൽ ബാലറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നും, അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണാജനകമായ കണക്കാണെന്നും അത് തമ്മിലൊരു പൊരുത്തക്കേട് വരേണ്ടതില്ലെന്നുമാണ് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കുന്നത്. എന്തായാലും ജയിച്ചാലും തോറ്റാലും ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകുന്നു എന്നതാണ് മുഖ്യം.